അപ്പൊ നമുക്ക് സെൽ സൈക്കിളിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഇതോടെ പറഞ്ഞാൽ നമ്മുടെ ഒട്ടുമിക്ക വരുന്ന എപ്പോഴും വരാറുള്ള ഇമ്പോർട്ടൻറ്റ് PYQs എല്ലാം തീർന്നു. വേഗം വാ ഗൈസ്, ഞങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ നല്ലപോലെ ചെയ്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളും അതേപോലെ പഠിപ്പിച്ചേക്കണേടാ. ഒരു എക്സാമും ചെറുതല്ല, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ചില ഇതൊക്കെ നമ്മൾ PYQ പഠിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞാലും ചില ക്വസ്റ്റ്യനൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ശ്രദ്ധിച്ചിരിക്കുക, നോട്ട്ബുക്കിൽ എഴുതി പഠിക്കുക, നല്ല പോലെ അങ്ങ് മനസ്സിലാക്കുക. ഓക്കെ, സോറി ഗൈസ്. വേഗം പാടാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ രണ്ട് ഫിഗർ എപ്പോഴും പരീക്ഷയ്ക്ക് തരാറുണ്ട്. ഈ രണ്ട് ഫിഗർ ഏതാണെന്ന് ചോദ്യം. ശ്രദ്ധിച്ചോ സാറേ, ഇതാദ്യം ഒരു ക്രോമസോം ആയിരുന്നു. അതിലൊരു കഷ്ണം പൊട്ടി മേലോട്ട് പോകുന്നുണ്ട്, അടുത്ത കഷ്ണം താഴേക്ക് പോകുന്നുണ്ട്. ഇതൊരു ക്രോമസോം ആയിരുന്ന ഒരു കഷ്ണം മേലോട്ട്, ഒരു കഷ്ണം താഴേക്ക്. ഒരു ക്രോമസോം നടുക്ക് വെച്ച് മുറിഞ്ഞിട്ട് ഒരു കഷ്ണം മേലോട്ട് ഒരു കഷ്ണം താഴോട്ട് എന്ന് പോകുന്നത് നിങ്ങൾ കണ്ടാൽ അത് ഏത് ഫേസാ? അനാഫേസ. ഏതാടാ? അനാഫേസ. ഇത് കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പഠിച്ചതാ അല്ലേ? ഒരു സെല്ലിൽ തന്നെ രണ്ട് ന്യൂക്ലിയസും ഉണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിലെ ക്രൊമാറ്റിനാണ് കാണുന്നത് എങ്കിൽ ഇത് ഏതാ? ടീലോഫേസ. ഒരു സെല്ലിൽ തന്നെ രണ്ട് ന്യൂക്ലിയസും കാണാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ക്രൊമാറ്റിനും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ടീലോഫേസ് ആയിരിക്കും. ക്രോമസോം നടുക്ക് വെച്ച് മുറിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും സാറേ? അനാഫേസ് ആയിരിക്കും. അപ്പൊ അനാഫേസിൽ എന്താ പറ്റിയ? ക്രോമസോം സ്പ്ലിറ്റായി. നേരെ ഇരുന്ന ക്രോമസോം നടുക്ക് വെച്ച് മുറിഞ്ഞു. എങ്ങനെ നടുക്ക് വെച്ച് മുറിഞ്ഞേ? ഇവിടുന്ന് സ്പിൻഡിൽ ഫൈബർ വലിക്കുന്നുണ്ട്, ഇവിടുന്ന് വലിക്കുന്നുണ്ട്. ഒരു സാധനത്തെ രണ്ട് സൈഡിൽ നിന്ന് സ്പിൻഡിൽ ഫൈബർ വലിച്ചാലേ അത് നടുക്ക് വെച്ച് പൊട്ടിപ്പോകൂലേ? ക്രോമസോം നടുക്ക് വെച്ച് പൊട്ടി, ഒരു ക്രൊമാറ്റിഡായി, അടുത്ത ക്രൊമാറ്റിഡായി. ഓരോ കഷ്ണത്തെയും വിളിക്കുന്ന പേര് നോക്കടാ. ഇതൊരു ക്രോമസോമായി, ഇത് ഒരു കഷ്ണം, ഇതൊരു കഷ്ണം. ഇതാദ്യം ഇവർ രണ്ടുപേരോടെ ചേർന്നിട്ട് ഒരു ക്രോമസോം ആയിരുന്നു, നടുക്ക് വെച്ച് മുറിഞ്ഞു. ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം. ഓരോ കഷ്ണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ക്രൊമാറ്റിഡ്. പറയടാ, ഒരു ക്രോമസോമിന്റെ ഓരോ കഷ്ണത്തെയും, ഇതൊരു കഷ്ണം, ഇതൊരു കഷ്ണം, ഇവർ ചേർന്നിരുന്നാൽ ഒരു ക്രോമസോം. ഓരോ കഷ്ണത്തെയും വിളിക്കുന്ന പേരെന്താ? ക്രൊമാറ്റിഡ് എന്നാ വിളിക്കുക. രണ്ട് ക്രൊമാറ്റിഡ് ഉണ്ട്. ക്രോമസോം നടുക്ക് വെച്ച് മുറിഞ്ഞു, ക്രൊമാറ്റിഡ് രണ്ട് പോളിലേക്ക് പോകാൻ തുടങ്ങി. ക്രൊമാറ്റിഡ്സ് മൂവ് ടു ഓപ്പോസിറ്റ് പോള്. പോൾ എന്ന് പറഞ്ഞാൽ അറ്റം. ക്രൊമാറ്റിഡ് രണ്ട് പോളിലേക്ക് പോയി. രണ്ട് പോളിലേക്ക് പോയോ? അതേത് ഫേസാ? അനാഫേസാ. ടീലോഫേസിൽ എന്താ പറ്റിയ? ഈ രണ്ട് സൈഡിലേക്ക് പോയ ക്രൊമാറ്റിഡുകൾ രണ്ട് അറ്റത്തേക്ക് എത്തിച്ചേർന്നു. എത്തിച്ചേർന്ന ക്രൊമാറ്റിഡുകൾ വീണ്ടും എന്തായി? ക്രൊമാറ്റിനായി. ക്രൊമാറ്റിൻ ആകുന്നതിന് എന്ത് വിളിക്കുക? ഡീകണ്ടൻസേഷൻ എന്ന് വിളിക്കുക. മക്കളെ ഓർത്തോ, ക്രൊമാറ്റിൻ ക്രോമസോമായാൽ വിളിക്കുന്ന പേരെന്താ? കണ്ടൻസേഷൻ എന്നാ വിളിക്കുക. ക്രൊമാറ്റിൻ ക്രോമസോമായാൽ വിളിക്കുന്ന പേരെന്താ? കണ്ടൻസേഷൻ എന്നാ വിളിക്കുക. ഇത് ഏത് ഫേസിലേ നടക്കാറുള്ളൂ? ഇത് പ്രോ ഫേസിലാണ് നടക്കാറുള്ളത്. അടുത്ത ശ്രദ്ധിച്ചോ മക്കളെ, ക്രൊമാറ്റിഡ് എന്ന് പറഞ്ഞാൽ അത് ക്രോമസോം തന്നെയാണ് സത്യത്തിൽ. ക്രൊമാറ്റിഡ് അല്ലെങ്കിൽ ക്രോമസോം എന്നും വിളിക്കാം. ക്രൊമാറ്റിഡ് അല്ലെങ്കിൽ ക്രോമസോം, ഇവര് ക്രൊമാറ്റിനായിട്ട് തിരിച്ചു മാറിയാൽ എന്താ വിളിക്കുക? ക്രൊമാറ്റിൻ ക്രോമസോം ആയാൽ കണ്ടൻസേഷൻ. ഈ ക്രോമസോം ചുരുളടിഞ്ഞ് വീണ്ടും ക്രൊമാറ്റിൻ ആയാലോ വിളിക്കുന്ന പേരാണ് ഡീകണ്ടൻസേഷൻ. എന്താ വിളിക്കുക? ഡീകണ്ടൻസേഷൻ എന്നാ വിളിക്കുക. ഇതെവിടെ നടക്കാന്നറിയാമോ? ഇത് ടീലോഫേസിലാണ് നടക്കുക. ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുക? ടീലോഫേസിലാണ് നടക്കുക. ഓർത്ത് വെച്ചോ, ക്രൊമാറ്റിൻ ക്രോമസോം ആകുന്നത് കണ്ടൻസേഷൻ ആണെങ്കിൽ അതെവിടെ വെച്ചാ നടക്കുക? പ്രോഫേസിലാണ് നടക്കുക. ഈ ഉണ്ടായ ക്രോമസോം വീണ്ടും ക്രൊമാറ്റിൻ ആകുന്നതോ? ഡീകണ്ടൻസേഷനാ. അതെവിടെ നടക്കുക? ടീലോഫേസിലാ. അപ്പൊ ടീലോഫേസിൽ എന്താ പറ്റുക? രണ്ടറ്റത്തേക്ക് പുറപ്പെട്ട ക്രോമസോമുകൾ രണ്ടറ്റത്ത് എത്തിച്ചേർന്നു ടീലോഫേസിൽ. രണ്ടറ്റത്തേക്ക് പോകാൻ പുറപ്പെടുന്നത് അനാഫേസിലാ, പോകാൻ തുടങ്ങുന്നത് അനാഫേസിലാ. അല്ല, രണ്ടുപേരും രണ്ടറ്റത്ത് എത്തിച്ചേരുന്നത് എവിടാ? ടീലോഫേസിലാ. രണ്ടറ്റത്തേക്ക് പോകാൻ തുടങ്ങിയത് അനാഫേസില്, പോകാൻ തുടങ്ങിയ സാധനം രണ്ടറ്റത്തേക്ക് എത്തിച്ചേർന്നതോ? ടീലോഫേസിലാ. ടീലോഫേസിലേക്ക് ഈ ഒരു ക്രൊമാറ്റിഡ്, ഒരു ക്രോമസോം, ക്രൊമാറ്റിഡ് എന്നോ ക്രോമസോം എന്നോ വിളിക്കാം.
അവർ ഈ അറ്റത്ത് വന്നു, മറ്റേ ആൾ ഈ അറ്റത്ത് പോയി. അറ്റത്ത് പോയ ക്രൊമാറ്റിഡുകൾ എന്തായി മാറി? ക്രൊമാറ്റിനായി മാറി. അതാണ് ഡീകണ്ടൻസേഷൻ. ക്രൊമാറ്റിനായിട്ട് ശേഷം ഇതിന് ചുറ്റും ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടാകും. എൻഡോപ്ലാസ്മിറ്റുലും ഗോൾഗി അപ്പാരറ്റസ് ന്യൂക്ലിയോളസ് എല്ലാം അവിടെ ഉണ്ടാകും. ഓക്കെ അല്ലേ? അനാഫേസിൽ എന്താ പറ്റുക? ക്രോമസോം നടുക്ക് വെച്ച് മുറിയും, രണ്ടും രണ്ടറ്റത്തേക്ക് പോകാൻ തുടങ്ങും. ടീലോഫേസിൽ എന്താ പറ്റുക? രണ്ട് ക്രോമസോം രണ്ടറ്റത്ത് എത്തിച്ചേർന്നു, അവർ ക്രൊമാറ്റിനായിട്ട് വീണ്ടും ഉണ്ടായി, ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടായി, രണ്ട് ന്യൂക്ലിയസ് ആയി. ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് വൃത്തിക്ക് കാണുന്നുണ്ടോ? എഴുതി വെച്ചോ, അത് ടീലോഫേസാ. ഒരു സെല്ലില് നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന ഫിഗറുകളിൽ ഒരു സെല്ലിൽ രണ്ട് ന്യൂക്ലിയസ് ഉണ്ടോ? അത് ടീലോഫേസാ. ഓക്കെ മക്കളെ, എന്നാ വേഗം പറ. മൈറ്റോസിസിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെ? ഉപകാരങ്ങൾ, പ്രത്യേകതകൾ, എന്താ അതിൻ്റെ ആ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ അതിൻ്റെ എന്താ പറയാ, അതിൻ്റെ നേട്ടങ്ങൾ, മൈറ്റോസിസ് നേട്ടങ്ങൾ എന്തൊക്കെ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഒന്നാമത്തെ, മൈറ്റോസിസ് സെൽ ഗ്രോത്തിന് വേണം. ഒരു സെല്ല് ഗ്രോത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അത് മൈറ്റോസിസിന് പോയി എന്നർത്ഥം. ഒരു സെല്ല് ഗ്രോത്ത് കാണിക്കണോ? അത് മൈറ്റോസിസിനാ പോകണ്ടേ. അടുത്ത, സെല്ല് റിപ്പയർ ആകാൻ, ഏതെങ്കിലും ഒരു സെല്ല് കേടുപാടുകൾ വന്ന് നശിച്ചു പോയെന്നിരിക്കട്ടെ, ആ നശിച്ചു പോയതിന് പകരം പുതിയ സെല്ലുകൾ വരണം. ആ സെല്ലുകളെ പുതിയതായിട്ട് വരുത്തിക്കുന്നത് ഏത് ഡിവിഷനാ? മൈറ്റോസിസ് ആ, മിയോസിസ് അല്ല. സെല്ല് വളരണമെങ്കിൽ, സെല്ല് ഗ്രോത്ത് കാണിക്കണമെങ്കിൽ മൈറ്റോസിസ് വേണം. സെല്ല് റിപ്പയർ ചെയ്യണമെങ്കിൽ, കേടുപാടുകൾ വന്ന് നശിച്ചു പോയ സെല്ലിനെ അതേ സ്ഥാനത്ത് പുതിയ സെല്ലുകൾ കൊണ്ടുവരണമെങ്കിൽ സെല്ല് റിപ്പയർ എന്നാ വിളിക്കുക. പുതിയ സെല്ല് കൊണ്ടുവരുന്ന മൈറ്റോസിസാ. നിങ്ങളുടെ ശരീരത്ത് വല്ല മുറിവുണ്ടായിട്ട് 10 സെല്ല് പോയി എന്നിരിക്കട്ടെ, 10 സെല്ല് പോയാൽ പിന്നെയും 10 സെല്ല് ശരീരത്തേക്ക് വരണം. ഈ 10 സെല്ലുകൾ എങ്ങനെ പുതുതായിട്ട് ശരീരത്തേക്ക് വരിക? ശരീരത്ത് മൈറ്റോസിസ് നടക്കുന്ന കാരണമാ. മൈറ്റോസിസ് നടന്നാലേ പോയ സെല്ലിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂ. പോയ സെല്ലിനെ റീപ്ലേസ് ചെയ്യുന്നതിനാ സെൽ റിപ്പയർ എന്ന് വിളിക്കുക. അടുത്ത, മൈറ്റോസിസ് നടന്നാൽ, നോക്കടാ, ഇതൊരു സെല്ലാന്നിരിക്കട്ടെ. ഒരു സെല്ലിന് മൈറ്റോസിസ് നടന്നാൽ, ഒരു സെല്ലിന് മൈറ്റോസിസ് നടന്നാൽ അത് എത്ര സെല്ലാകും? 2 സെല്ലാകും. ഒരു സെല്ലിൽ മൈറ്റോസിസ് നടന്നോ അത് 2 സെല്ലായി മാറും. ഇതാണ് നമ്മുടെ പേരന്റ് സെൽ. പേരന്റ് സെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡിവിഷന് പോകുന്ന സെൽ. ഒരു സെല്ല് മൈറ്റോസിസ് നടന്ന് 2 സെല്ലായി. ഈ സെല്ലിലെ ഡിവിഷന് പോകുന്നത്, ഈ സെല്ലിലെ മൈറ്റോസിസിന് പോകുന്നത്, ആ സെല്ലാണ് പേരന്റ് സെൽ. മൈറ്റോസിസ് നടന്നുണ്ടായ സെല്ലുകളുടെ പേരാണ് ഏത്? ഡോക്ടർ സെൽ. എന്താ വിളിക്കുക? മകൾ സെൽ എന്നാ വിളിക്കുക. ഇത് അമ്മ സെല്ല്, ഇത് മക്കൾ സെല്ല്. അമ്മ സെല്ല് മൈറ്റോസിസിന് പോയിട്ട് 2 മക്കളായിട്ട് മാറി. മൈറ്റോസിസിൽ എപ്പോഴും 2 സെല്ല ഉണ്ടാകുക, മിയോസിസിൽ 4 സെല്ലായിട്ടാ മാറുക. നോക്കടാ, ഈ പേരന്റ് സെല്ലിന്റെ ക്രോമസോം നമ്പർ 46 ആന്നിരിക്കട്ടെ, എങ്കിൽ ഈ 2 മക്കളുടെയും ക്രോമസോം നമ്പർ എത്ര തന്നെ? 46. ഒരു സെല്ല് മൈറ്റോസിസ് നടന്ന് 2 കുട്ടികളായെന്നിരിക്കട്ടെ, ആ പേരന്റ് സെല്ലിന് എത്രയാണോ ക്രോമസോം നമ്പർ, അത് തന്നെ ആയിരിക്കും ഉണ്ടാകുന്ന 2 മക്കൾക്കും. പേരന്റ് സെല്ലിന് 20 ആണെങ്കിൽ ഉണ്ടാകുന്ന 2 മക്കൾക്കും 20. പേരന്റ് സെല്ലിന് 50 ആണെങ്കിൽ ഉണ്ടാകുന്ന 2 മക്കൾക്കും 50 തന്നെ. അപ്പൊ നോക്ക്, മൈറ്റോസിസ് നടന്നാൽ ക്രോമസോം നമ്പർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ക്രോമസോം നമ്പർ റിമെയിൻസ് സെയിം. ഇവന് 46 ആണെങ്കിൽ ഇവർക്ക് 46 ആയിരിക്കും. ഇവന് 50 ആണെങ്കിൽ ഉണ്ടാകുന്ന 2 മക്കൾക്കും 50 ആയിരിക്കും. ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. ക്രോമസോം നമ്പർ സെയിം ആയതുകൊണ്ടാണ് മൈറ്റോസിസിനെ നമ്മൾ എന്തുകൊണ്ടുകൂടി വിളിക്കണത്? ഇക്വേഷണൽ ഡിവിഷൻ എന്ന വിളിക്കുക. മൈറ്റോസിസ് എന്താ വിളിക്കുക സാറേ? ഇക്വേഷണൽ ഡിവിഷൻ എന്നാ വിളിക്കുക. കാരണം എന്താ? ഒരു സെല്ലിൽ മൈറ്റോസിസ് നടന്നാലേ അതിനുണ്ടാകുന്ന 2 സെല്ലുകൾക്കും ആ പേരന്റ് സെല്ലിന്റെ അതേ ക്രോമസോം നമ്പർ, ആ ക്രോമസോം നമ്പർ കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല, സെയിം ആയിരിക്കും. അതാണ് ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കാൻ കാരണം. മൈറ്റോസിസ് നടന്നാൽ ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ, ഇതൊരു സെല്ലാന്നിരിക്കട്ടെ, ഇതെന്താ? അതിന്റെ ന്യൂക്ലിയസ് ആന്നിരിക്കട്ടെ. ഇത് ന്യൂക്ലിയസിന്റെ സൈസ്, ന്യൂക്ലിയസിന്റെ സൈസ് 10 സെന്റിമീറ്റർ ആന്നിരിക്കട്ടെ. ന്യൂക്ലിയസിന്റെ സൈസ് എത്ര? 10 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ സെല്ലിന്റെ ഫുൾ സൈസ് 100 സെന്റിമീറ്റർ ആന്നിരിക്കട്ടെ, ഡിവൈഡ് ബൈ 100 സെന്റിമീറ്റർ. ഓക്കെ, സെല്ലിന്റെ ന്യൂക്ലിയസിന്റെ സൈസിനെ സെല്ലിന്, സെല്ലെന്ന് പറഞ്ഞാൽ സൈറ്റോപ്ലാസം, സെല്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളമാണല്ലോ സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിന്റെ സൈസും സൈറ്റോപ്ലാസത്തിന്റെ സൈസും തമ്മിലുള്ള റേഷ്യോ ആണ് ഏത്? ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ. ഒരു സെല്ലില്
ന്യൂക്ലിയസും ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയസിന്റെ സൈസും സൈറ്റോപ്ലാസത്തിന്റെ സൈസും തമ്മിലുള്ള റേഷ്യോന്റെ പേരെന്താ? ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ. ഈ റേഷ്യോ എപ്പോഴും ഒരു സെയിം ആയിട്ട് വെക്കും. ആര്? മൈറ്റോസിസ്. മിയോസിസ് അങ്ങല്ല. മിയോസിസ് എപ്പോഴും ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ കുറയ്ക്കാനാണ് നോക്കുക. എന്നാൽ മൈറ്റോസിസ് നടക്കുമ്പോഴോ ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ മാറാറില്ല. എന്താ സാറേ ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ? ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിന്റെ സൈസും സൈറ്റോപ്ലാസത്തിന്റെ സൈസും തമ്മിലുള്ള റേഷ്യോ. അതെങ്ങനെ കണ്ടുപിടിക്കുക? ന്യൂക്ലിയസിന്റെ സൈസ് ഡിവൈഡ് ബൈ സൈറ്റോപ്ലാസത്തിന്റെ സൈസ്. ഇതാണ് ന്യൂക്ലിയോ സൈറ്റോപ്ലാസം റേഷ്യോ. ന്യൂക്ലിയസിന്റെ സൈസിനെ സൈറ്റോപ്ലാസത്തിന്റെ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി? ന്യൂക്ലിയർ സൈറ്റോപ്ലാസം റേഷ്യോ ആയി. ഓക്കെ അല്ലേ? ഇതെപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഏത്? മൈറ്റോസിസ് ഡിവിഷൻ. അടുത്ത നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ സ്റ്റേജ്. മക്കളെ, ഒരു സെല്ല് തന്നിട്ട് ക്രോമസോമുകൾ നടുക്കാണോ ഇരിക്കുന്നത്? അത് ഏത് സ്റ്റേജാ? മെറ്റാഫേസാ. ക്രോമസോമുകൾ സെല്ലിന്റെ നടുക്ക് വരുന്നുണ്ടോ? അത് ഏത് സ്റ്റേജാ? മെറ്റാഫേസ് സ്റ്റേജാ. ക്രോമസോമുകൾ നടുക്കിരിക്കുന്ന ഈ സ്റ്റേജിന്റെ പേരെന്താ സാറേ? മെറ്റാഫേസ് എന്നാ വിളിക്കുക. മെറ്റാഫേസ് സ്റ്റേജിലെ ക്രോമസോമുകൾ ഇങ്ങനെ നടുക്ക് നിൽക്കും. നടുക്ക് നിൽക്കുന്നതിന്റെ വിളിക്കുന്ന പേരാണ് ഏത്? മെറ്റാഫേസ് പ്ലേറ്റ് എന്നാ വിളിക്കുക. മെറ്റാഫേസ് സ്റ്റേജിലെ ക്രോമസോമുകൾ ഈ സെല്ലിന്റെ ഇക്വേറ്ററിലാണ് നിൽക്കുക. ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നടുക്ക്, സെന്ററിൽ. മെറ്റാഫേസ് സ്റ്റേജിൽ എന്താ പറ്റുക? ക്രോമസോമുകൾ അലൈൻ എന്ന് പറഞ്ഞാൽ നിൽക്കും, അറേഞ്ച് ചെയ്യും. അലൈൻ അറ്റ് ഇക്വേറ്റർ ഓഫ് സെല്ലിന്റെ ഇക്വേറ്ററിലെ സെന്ററിലെ ക്രോമസോമുകൾ ഇങ്ങനെ വന്ന് നിൽക്കും. അതിന്റെ പേരാണ് ഏത്? മെറ്റാഫേസ് പ്ലേറ്റ്. എങ്ങനാ സാറേ മെറ്റാഫേസ് മനസ്സിലാക്കുക? മെറ്റാഫേസ് മനസ്സിലാക്കുന്ന മെറ്റാഫേസ് പ്ലേറ്റ് വെച്ചാ. ഒരു സെല്ലിന്റെ മെറ്റാഫേസ് സ്റ്റേജിൽ എന്താ പറ്റുക? ക്രോമസോമുകളൊക്കെ സെല്ലിന്റെ നടുക്ക് വന്ന് നിൽക്കും. നടുക്ക് വന്ന് നിൽക്കുന്നതിന്റെ പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ്. മെറ്റാഫേസ് പ്ലേറ്റ് ആണ് ഇത്. ക്രോമസോം നടുക്ക് നിൽക്കുന്നുണ്ട്. മെറ്റാഫേസ് പ്ലേറ്റ് ഞാൻ കണ്ടു, അതുകൊണ്ട് ഇത് ഏത് സ്റ്റേജ് ആയിരിക്കും? മെറ്റാഫേസ് ആയിരിക്കും. ഈ സ്റ്റേജിലായിരിക്കും ക്രോമസോമുകളെ നല്ല പോലെ പഠിക്കാൻ പറ്റുക. നിങ്ങൾ മൈക്രോസ്കോപ്പിൽ കൂടെ ഒക്കെ നോക്കാറുണ്ടോ? മൈക്രോസ്കോപ്പിൽ കൂടെ ടീച്ചർ നിങ്ങൾക്ക് ക്രോമസോം കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന സ്റ്റേജ് ഏതിലായിരിക്കും? മെറ്റാഫേസിലായിരിക്കും. ടീച്ചർ ഏത് സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും ക്രോമസോമിനെ നിങ്ങൾക്ക് കാണിച്ചു തരിക? മെറ്റാഫേസിലായിരിക്കും. ഒരു ക്രോമസോമിന്റെ മോർഫോളജി പറഞ്ഞ സ്ട്രക്ചർ, പുറത്തുനിന്നുള്ള സ്ട്രക്ചർ, ഒരു ക്രോമസോമിന്റെ പുറത്തുള്ള കാര്യങ്ങൾ, ഒരു ക്രോമസോമിന്റെ മോർഫോളജി, പുറത്തുള്ള എക്സ്റ്റേണൽ സ്ട്രക്ചർ, ഫീച്ചറുകൾ, ഒരു ക്രോമസോമിന്റെ സ്ട്രക്ചർ അതായത് മോർഫോളജി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റേജ് ഏതാ? മെറ്റാഫേസ. ബെസ്റ്റ് സ്റ്റേജ് ഫോർ സ്റ്റഡി മോർഫോളജി ഓഫ് ക്രോമസോം. ക്രോമസോമിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ മോർഫോളജി പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റേജ് ഏതാ സാറേ? അത് നമ്മുടെ മെറ്റാഫേസ. അടുത്ത the first stage of meiosis is meiosis 1. പ്രോഫേസ് 1. ഫസ്റ്റ് മിയോസിസ് 1-ലെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഫേസ് 1 ആണ്. അതിനെ വീണ്ടും 5 സ്റ്റേജായി തിരിക്കാം. ഏതൊക്കെയാണ് 5 സ്റ്റേജ്? പറ. ലിസി പാടി. ലിസി എന്ത് ചെയ്ത്? ലിസി ചുമ്മാ വായി നോക്കിയിരുന്നില്ല, ലിസി അങ്ങോട്ട് പാടിക്കണ്. എന്താ? ഡൈലാമോ ഡൈലാമോ ഡൈലാ ഡൈലാ ഡൈലാമോ 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 ഡൈലാമോ. ലീ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ലീ എന്ന് പറഞ്ഞാൽ ലിപ്റ്റോട്ടീൻ. സി എന്ന് പറഞ്ഞാൽ എന്താടാ? സി എന്ന് പറഞ്ഞാൽ ഏതാടാ? സൈഗോട്ടീൻ. പാ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? പാ എന്ന് പറഞ്ഞാൽ പാക്കറ്റീനി. ഡി എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഡിപ്ലോട്ടീനാ സാർ. ഡൈലാമോ 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 എന്ന് എഴുതി വെക്കല്ലേ. ഡയാകൈനസിസ്. ലിസി പാടി. ഡൈലാമോ ഡൈലാമോ. ഓക്കെ. ഐഡന്റിഫൈ ദ പേജ് ഇൻ ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെ? ക്രോസിംഗ് ഓവർ സിയില തുടങ്ങുക. സി ഉള്ള ഒറ്റ സ്റ്റേജ് ഏതാ? പാക്കറ്റീനില്ല. അപ്പൊ ക്രോസിംഗ് ഓവർ എവിടെ നടക്കുക? പാക്കറ്റീനില്ല. സിനാപ്സിസ് എവിടെ കാണുക? സൈഗോട്ടീനില്ല. സിനാപ്സിസ് ഇങ്ങനെ ഓർത്താൽ മതി. സിനാപ്സിസ്. സിനാപ്സിസ് പറഞ്ഞാൽ ക്രോമസോമുകൾ അടുത്ത് വരിക, അതാണ് ഏത്? സിനാപ്സിസ്. ഇതെവിടെ കാണുക? സൈഗോട്ടീനില്. ഇതെങ്ങനെ ഓർക്കാന്നറിയാമോ? സിനാപ്സിസിന്റെ രണ്ടാമത്തേത് ഏതാ? വൈ ആണ്. സിനാപ്സിസിന്റെ രണ്ടാമത്തെ അക്ഷരം വൈ ആണ്. സൈഗോട്ടിലെ രണ്ടാമത്തെ അക്ഷരം വൈ ആണ്. രണ്ടാമത്തെ അക്ഷരം വൈ എവിടെ വരുന്നോ അവിടാണ് സിനാപ്സിസ് കാണുക. സിനാപ്സിസിന്റെ രണ്ടാമത്തെ അക്ഷരം വൈയാ. രണ്ടാമത്തെ അക്ഷരം വൈ വരുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? സൈഗോട്ടയില്ല. അപ്പൊ സിനാപ്സിസ് കാണുന്നതും സൈഗോട്ടയില്ല. അപ്പം സൈഗോട്ടയിൽ എന്ത് കാണാറുണ്ട്? സിനാപ്സിസ് കാണാറുണ്ട്. നോക്കടാ,
സിനാപ്പ് എന്ന് പറഞ്ഞ് എന്ത് തുടങ്ങിയാലും അതെവിടെ കാണുക? സൈഗോട്ടിനില കാണുക. എക്സാമ്പിൾ സിനാപ്സിസ്, സൈഗോട്ടിനില. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എവിടെ കാണുക? സൈഗോട്ടിനില കാണുക. എല്ലാം സൈഗോട്ടിനില. റീ എന്ന് തുടങ്ങിയോ അതെവിടെ കാണുക? അത് ഏത് സ്റ്റേജിലാണ് കാണുക? പാക്കറ്റിനില. റീകോമ്പിനേഷൻ നൊഡ്യൂള്, റീകോമ്പിനേസ് എൻസൈം എല്ലാം പാക്കറ്റിനില കാണുക. ജി എന്ന് പറഞ്ഞാൽ സൈഗോട്ടിൻ, റീ എന്ന് പറഞ്ഞാൽ അതെല്ലാം പാക്കറ്റിനില കാണുക. ഓക്കെ അല്ലേ മക്കളെ? എങ്കിൽ പറ മാച്ച് ദ ഫോളോയിങ്. തുടങ്ങിക്കോ. ഡയാകൈനസിസിൽ എന്താ കാണുക? ഡയാകൈനസിസിലാണ് കയാസ്മേറ്റ അറ്റത്തേക്ക് പോകുന്നത്. ആദ്യം കയാസ്മേറ്റ ഇങ്ങനെ ആയിരുന്നു, കറക്റ്റ് സെൻട്രലായിരുന്നു. കുറച്ചു നേരം കഴിയുമ്പോഴോ കയാസ്മേറ്റ ഇങ്ങനെ അറ്റത്തേക്ക് വന്നു. കണ്ടോ? ഇറങ്ങി അറ്റത്തേക്ക് വന്നു. അറ്റത്തേക്ക് വന്നിരിക്കുന്നതിന്റെ പേരാണ് ടെർമിനലൈസേഷൻ ഓഫ് കയാസ്മേറ്റ. അത് ഡയാകൈനസിൽ. അടുത്ത സൈഗോട്ടീനില് രണ്ടാമത്തത് വൈ ആണ്, അപ്പം സിനാപ്സിസ് ആയിരിക്കും. സിനാപ്സിസിന്റെ രണ്ടാമത്തെ വൈ ആണ്. സൈഗോട്ടീനിലാണ് സിനാപ്സിസ് കാണുക. പാക്കറ്റിൽ സി ഉണ്ട്, അപ്പൊ അവിടെ തന്നെ ആയിരിക്കും ക്രോസിംഗ് ഓവറും കാണുക. ഡിപ്ലോട്ടീനിൽ കയാസ്മേറ്റ ഉണ്ടാകും. കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീനിൽ. ആ ഉണ്ടായ കയാസ്മേറ്റ ഇറങ്ങി അറ്റത്തേക്ക് ടെർമിനൽ ആകുന്നത് എവിടാ? ഡയാകൈനസിസിൽ. ഓർത്ത് വെക്കണം മക്കളെ, ഇത് ഓർത്ത് വെക്കണം. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. സാറേ ഞങ്ങൾ എന്താണ് ഓർക്കേണ്ടത്? ഇതാണ് ഓർക്കേണ്ടത്. ഓർത്ത് വെച്ചോ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞ ഒരു കെമിക്കലാ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തിരിക്കുന്ന ക്രോമസോം. ഈ ക്രോമസോമുകൾ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന ഇവർക്കിടയിലുള്ള ഒരു കെമിക്കൽ. ആ കെമിക്കലാണ് ഇത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. രണ്ട് ക്രോമസോമുകളെ ചേർത്ത് നിർത്തുന്ന അവർക്കിടയിലെ കെമിക്കലാണ് ഇത്? സിനാപ്റ്റോണിമൽ കോംപ്ലക്സ്. ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് ഏത് സ്റ്റേജിലാണെന്നറിയാമോ? സൈഗോട്ടീനില. ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്ന കെമിക്കല് ഉണ്ടാകുന്നത് എവിടാ? ഫോം ചെയ്യുന്നത് സൈഗോട്ടീനില. ഈ സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇല്ലാണ്ടാകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡിസൊല്യൂഷൻ എന്നാ വിളിക്കുക, ഇല്ലാണ്ടാകുന്നതിനെ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ക്രോമസോമുകളെ ചേർത്ത് നിർത്തുന്ന കെമിക്കലാ. ഈ കെമിക്കല് ഉണ്ടാകുന്നത് സൈഗോട്ടീനില. ഈ കെമിക്കല് ഇല്ലാണ്ടാകുന്നത്, ഡിസൊല്യൂഷൻ നടക്കുന്നത് ഏത് സ്റ്റേജിലാണെന്നറിയാമോടാ? ഇത് ഇല്ലാണ്ടാകുന്നത് ഏത് സ്റ്റേജിലാ? ഡിപ്ലോട്ടീനില. ഒന്നോർത്ത് വെച്ചേക്കണം. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് രണ്ട് ക്രോമസോമിനെ ചേർത്ത് നിർത്തുന്ന കെമിക്കലാ. ഈ കെമിക്കലുകൾ ഉണ്ടാകുന്ന സ്റ്റേജ് ഏതാ സാറേ? സൈഗോട്ടീന. ഈ കെമിക്കല് ഇല്ലാണ്ടാകുന്ന, ഡിസൊല്യൂഷൻ നടക്കുന്ന, നശിച്ചു പോകുന്ന സ്റ്റേജ് ഏതാ? ഡിപ്ലോട്ടീനില. അടുത്ത നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കയാസ്മേറ്റിനെ കുറിച്ചാണ്. കയാസ്മേറ്റിനെ കുറിച്ച് എന്താ സാറേ ഉണ്ടാകേണ്ടത്? ഈ കയാസ്മേറ്റ ഉണ്ടാകുന്നത്, കയാസ്മേറ്റ പറഞ്ഞാൽ എന്താ? ക്രോമസോമുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ് ഷേപ്പ് സ്ട്രക്ചർ. ഇത് വൃത്തിക്ക് കാണാൻ പറ്റുന്നത് ഏത് സ്റ്റേജില? ഡിപ്ലോട്ടീനില. കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീനില. പക്ഷേ ഈ കയാസ്മേറ്റ ടെർമിനൽ ആകുന്നതോ, അറ്റത്തേക്ക് പോകുന്നത് എവിടാ? ഡയാകൈനസിസില. ഇതോർത്ത് വെക്കണം. കയാസ്മേറ്റ ഉണ്ടാകുന്നത് ഡിപ്ലോട്ടീൻ, അറ്റത്തേക്ക് പോകുന്നത് ഡയാകൈനസിസിൽ. സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഉണ്ടാകുന്നത് സൈഗോട്ടീൻ, അത് ഇല്ലാണ്ടാകുന്നത് ഡിപ്ലോട്ടീൻ. ഇല്ലാണ്ടാകുന്നതിന്റെ പേര് ഡിസൊല്യൂഷൻ എന്നാ വിളിക്കുക. ഓക്കെ അല്ലേ ഗൈസ്? അടുത്ത ഈ ചിത്രം നിങ്ങൾ ഓർത്ത് വെക്കണം. സെൽ സൈക്കിളാണ്, നമ്മുടെ NCERT കൊടുത്തിട്ടുണ്ട്. ഇത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. നീറ്റ് ഡയഗ്രാം, ഡ്രോ ആൻഡ് ലേബൽ ദ നീറ്റ് ഡയഗ്രാം ഓഫ് സെൽ സൈക്കിൾ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. എ എന്ന് പറഞ്ഞാൽ, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെല്ല് ആദ്യം G1 കയറി, പിന്നെ കയറേണ്ടത് ഏതാ? S ഫേസ്. പിന്നെ എങ്ങോട്ട് കയറും? G2 ഫേസിൽ കയറും. പിന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, സീലോഫേസ്, സൈറ്റോകൈനസിസ് ലാസ്റ്റ് നടന്ന് അത് 2 സെല്ലായിട്ട് മാറും. ചില സെല്ല് G1 നിന്ന് പുറത്തേക്ക് പോകാറുണ്ട്. അതിന്റെ പേരാണ് G0 ഫേസ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ A എന്ന് പറഞ്ഞാൽ S ഫേസ്, B എന്ന് പറഞ്ഞാൽ G2 ഫേസ്.
ഇമ്പോർട്ടൻറ്റ് ഇവൻ ഇൻ എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ എസ് ഫേസ്, എസ് ഫേസില് DNA എമൗണ്ട് ഡബിൾ ആകും. DNA എമൗണ്ട് ഡബിൾ ആകുന്നതിന്റെ പേരെന്താണെന്നറിയാമോ സാറേ? അറിയാം സാറേ. എന്താ സാറേ? അറിയില്ല സാറേ. എന്താ? DNA റെപ്ലിക്കേഷൻ. എസ് ഫേസിൽ കയറിയോ DNA എമൗണ്ട് ഇരട്ടിക്കും. 10 ഗ്രാം 20 ഗ്രാം ആകും. അതിന്റെ പേര് DNA റെപ്ലിക്കേഷൻ. G2 ഫേസിൽ എന്താ സംഭവിക്കുക? G2 ഫേസിൽ സെല്ല് ഗ്രോത്ത് കാണിക്കും. അടുത്ത് എന്താ ഉണ്ടാകുക? G2 ഫേസിൽ പ്രോട്ടീൻ ഉണ്ടാക്കും. പ്രോട്ടീൻ സിന്തസിസ് നടക്കും. ഇത്രയാണ് അവിടെ നടക്കുക. ഓക്കെ അല്ലേ ഗൈസ്? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സൈറ്റോകൈനസിസ്. അതിന്റെ 2 ടൈപ്പ്. സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ സെല്ലിന്റെ ഉള്ളിൽ 2 ന്യൂക്ലിയസ് വരും. ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് ഇരിക്കുന്നത് സെല്ലിന് പറ്റില്ല. ഒന്നാമത് സെല്ല് ചെറുതാ, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലിപ്പമുള്ള 2 ന്യൂക്ലിയസിനെ പിടിച്ചുകൊണ്ടിരിക്കാൻ സെല്ലിന് പറ്റില്ല. അപ്പൊ സെല്ല് വേഗം എന്ത് ചെയ്യും? സെല്ല് അതിന്റെ ഈ കാണുന്നത് ഏതാ? സൈറ്റോപ്ലാസമാ. ഈ സൈറ്റോപ്ലാസത്തെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇത് ഒരു സെല്ലാകും, ഇത് അടുത്ത സെല്ലാകും. ആദ്യം ഇതൊക്കെ ഒരു സെല്ലായിരുന്നു. ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് ഉള്ള പരിപാടി നടക്കുകയില്ല. കാരിയോകൈനസിസ് നടന്നു കഴിയുമ്പോൾ തന്നെ ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് വരും. ആ ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് നടക്കില്ല. അപ്പൊ കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കും. എന്താ സൈറ്റോകൈനസിസ്? ഈ സെല്ലിലെ സൈറ്റോപ്ലാസത്തെ ഡിവൈഡ് ചെയ്യും, മുറിക്കും. സൈറ്റോപ്ലാസത്തെ നടുക്ക് വെച്ച് ഇങ്ങനെ അങ്ങ് മുറിക്കും മക്കളെ. നടുക്ക് വെച്ച് നമ്മൾ മുറിക്കും. നടുക്ക് വെച്ച് മുറിക്കുമ്പം ഈ ഒറ്റ സെൽ എന്നുള്ളത് 2 സെല്ലാകും. ഇതൊരു സെല്ലായിട്ട് മാറും. ഈ സെല്ലിലെ ഈ ന്യൂക്ലിയസ്, ഈ സെല്ലിലെ ഈ ന്യൂക്ലിയസ്. അപ്പൊ എന്താ സൈറ്റോകൈനസിസ് എന്ന് പറഞ്ഞാൽ? ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. ഒരു സെല്ല് മുറിഞ്ഞിട്ട് 2 സെല്ലായിട്ട് മാറുക. ഒരു സെല്ല് അതിൻ്റെ സൈറ്റോപ്ലാസത്തെ മുറിച്ചിട്ട് 2 സെല്ലായിട്ട് മാറുക. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഈ സെല്ലിൽ വരും. അപ്പം ഇവിടെ ഉണ്ടായിരുന്ന ന്യൂക്ലിയസ് ഈ സെല്ലിൽ വന്നോളൂ. ഇങ്ങനെ ഒരു സെല്ലിനെ 2 ആക്കുന്നതാണ് ഏത്? സൈറ്റോകൈനസിസ്. ഓക്കെ. പ്ലാന്റ് സെല്ലിൽ എങ്ങനെ ഉണ്ടാകാന്ന് അറിയാമോ? ബൈ സെൽ പ്ലേറ്റ് ഫോർമേഷൻ. സെൽ പ്ലേറ്റ് ഉണ്ടാകും. സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാണ് എന്താകുക? പ്ലാന്റ് സെല്ലിൽ സൈറ്റോകൈനസിസ് നടക്കുക. നോക്കടാ, ഇതൊരു പ്ലാന്റ് സെല്ല്. ആ സൈറ്റോകൈനസിസ് അല്ല, കാരിയോകൈനസിസ്. കാരിയോകൈനസിന് ശേഷം സെല്ലിൻ്റെ ഉള്ളിൽ എത്ര ന്യൂക്ലിയസ് വന്നു? 2 ന്യൂക്ലിയസ് വന്നു. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് വരുത്തുന്നതാണ് കാരിയോകൈനസിസ്. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് ഉള്ള പരിപാടി നടക്കുമോ? എന്റെ പൊന്നു സാറേ, നടക്കില്ല. ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇത്രയും നാള് പഠിച്ചെന്റെ മക്കളെ, പറ്റില്ല. സെല്ലപ്പം വേഗം എന്ത് ചെയ്യും? ഈ 2 ന്യൂക്ലിയസിനെ 2 സെല്ലിലേക്ക് മാറ്റാൻ വേണ്ടി സൈറ്റോപ്ലാസത്തെ മുറിക്കും. എങ്ങനെ മുറിക്കാന്നറിയോ? പ്ലാന്റ് ഈ നടുക്കൊരു സാധനം ഉണ്ടാക്കും. ഈ നടുക്കുണ്ടാകുന്ന സാധനത്തിന്റെ പേരാണ് ഏത്? സെൽ പ്ലേറ്റ്. പ്ലാന്റ് സെല്ലുകൾ എങ്ങനെയാ സൈറ്റോകൈനസിസ് നടത്തുക? നടുക്ക് സെൽ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടാ. സെൽ പ്ലേറ്റ് ഉണ്ടാക്കും. എങ്ങനെ? 2 സെല്ലാകും. ആദ്യം ഇത് ഈ 2 ന്യൂക്ലിയസും ഒറ്റ സെല്ലിലാ. ഇപ്പൊ ഇവിടെ 2 സെല്ലിലാ. ഇതൊരു സെല്ല്, ഇത് വേറൊരു സെല്ല്, ഇതൊരു സെല്ല്, ഇത് വേറൊരു സെല്ല്. 2 സെല്ലിലേക്ക് മാറി. അപ്പൊ ആനിമൽസ് എങ്ങനെ? പ്ലാന്റ് സെല്ലിൽ എങ്ങനെയാ സാറേ സൈറ്റോകൈനസിസ് നടക്കുക? സെൽ പ്ലേറ്റ് ഉണ്ടായിട്ടാ. ആനിമൽ സെല്ലിൽ എങ്ങനെയാ നോക്കിക്കോ. ഇത് ആനിമലിന്റെ ഒരു സെല്ലാന്നിരിക്കട്ടെ. ആനിമൽസിന്റെ ഏറ്റവും പുറത്തുള്ള ലെയറിന്റെ പേരെന്താ? സെൽ മെമ്മറൈന. ആനിമൽസിന് സെൽ വോൾ ഇല്ലല്ലോ. ആനിമൽ സെല്ലിന് ചുറ്റും സെൽ വോൾ ഇല്ല. അവരുടെ ഏറ്റവും പുറത്തെ ലെയർ ഏതാ? സെൽ മെമ്മറൈന. ഇവിടെ ആര് കാണാം? ഇവിടെ ആര് കാണാം സാറേ? ഇവിടെ ഒരു ന്യൂക്ലിയസ് കാണാം. ഇവിടെ ആര് കാണാം സാറേ? ഇവിടെ അടുത്ത ന്യൂക്ലിയസും കാണാം. ഇങ്ങനെ 2 ന്യൂക്ലിയസ് കാണാം. ആനിമൽസ് എന്താ ചെയ്യാന്നറിയാമോ? ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് വന്നു. കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞപ്പം ഒരു സെല്ലിൽ തന്നെ 2 ന്യൂക്ലിയസ് വന്നു. ഈ പരിപാടി നടക്കില്ല. മക്കളെ. നമുക്ക് എന്ത് ചെയ്യണം? ഈ സെൽ മെമ്മറൈനെ 2 ആക്കണം. ഈ സെല്ലിനെ 2 ആക്കണം. അപ്പൊ എന്താ ചെയ്യാന്നറിയാമോ? ഈ ആനിമൽസ് ഈ സെൽ മെമ്മറൈൻ ഇങ്ങനെ നടുവിലേക്ക് കുഴിക്കും. ഇവിടുന്നുള്ള സെൽ മെമ്മറൈനെ നടുവിലേക്ക് കുഴിച്ചു. ഈ നടുവിലേക്ക് കുഴിയുന്നതിന്റെ പേരാണ് ഫറോ എന്നാ വിളിക്കുക. ഫറോ. നടുവിലേക്ക് കുഴി ഉണ്ടാക്കുന്നതിന്റെ പേര് ഫറോ എന്നാ വിളിക്കുക. ഇവിടുന്ന് ഒരു കുഴി ഉണ്ടാക്കി സെൽ മെമ്മറൈന്. അതേപോലത്തെ ഒരു കുഴി ഇവിടുന്നും ഉണ്ടാക്കി. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്ന് സെൽ മെമ്മറൈൻ നടുവിലേക്ക് കുഴിഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സെൽ മെമ്മറൈന് നടുവിലേക്ക് കുഴിഞ്ഞു. ഇത്തിരി നേരം കഴിയുമ്പോൾ എന്താ പറ്റുക? ഇവിടുന്നും കുഴിഞ്ഞു. ആ സെൽ മെമ്പറൈൻ ഇവിടുന്നും കുഴിഞ്ഞു. 2 കുഴികളും ഇങ്ങനെ സെൻട്രൽ വെച്ച് ജോയിൻ ആയപ്പോ എന്താ പറ്റിയേ? ഇത് ഒരു സെല്ലായി, ഇത് വേറൊരു സെല്ലായി.
ഈ സെല്ലിൽ ന്യൂക്ലിയസ് വന്നു, ഈ സെല്ലിൽ ന്യൂക്ലിയസ് വന്നു. ഇങ്ങനെ സെൽ മെമ്പറിൽ കുഴി ഉണ്ടാക്കും. സെൽ മെമ്പറിൽ കുഴി ഉണ്ടാക്കും ബൈ ഫറോയിങ് ഇൻ സെൽ മെമ്പറൈൻ. സെൽ മെമ്പറൈനിൽ ഫറോയിങ് നടത്തും. ഫറോ എന്ന് പറഞ്ഞാൽ കുഴി ഉണ്ടാക്കും. സെൽ മെമ്പറൈനിലെ രണ്ടറ്റത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുഴികൾ ഉണ്ടാക്കും, ഫറോ ഉണ്ടാക്കും. ഈ ഫറോ നടുക്ക് വെച്ച് കൂട്ടിമുട്ടും. ഇവിടുന്ന് കുഴി ഉണ്ടാക്കി, ഇവിടുന്ന് കുഴി ഉണ്ടാക്കി. ഈ രണ്ട് കുഴികൾ നടുക്ക് വെച്ച് കൂട്ടിമുട്ടിയപ്പം ഇതൊരു സെല്ലായി, ഇതൊരു സെല്ലായി. ഇങ്ങനെ സെൽ മെമ്പറൈനിലെ കുഴികൾ ഉണ്ടാക്കിയിട്ട, ഫറോ ഉണ്ടാക്കിയിട്ട ആനിമൽ സെല്ല് സൈറ്റോഗൈനസിസ് നടക്കുക. സെൽ പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട പ്ലാന്റ് സെല്ലും സൈറ്റോഗൈനസിസ് നടത്തുക. സൈറ്റോഗൈനസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെല്ലിൽ കാരിയോഗൈനസിസ് നടന്നു കഴിയുമ്പോൾ ഒരു സെല്ലിൽ തന്നെ രണ്ട് ന്യൂക്ലിയസ് വരും. അത് അടങ്ങേറ് പഠിച്ച പരിപാടിയാ. അപ്പൊ ഈ രണ്ട് ന്യൂക്ലിയസിനെയും രണ്ട് സെല്ലിലേക്ക് മാറ്റാൻ വേണ്ടി സൈറ്റോപ്ലാസത്തെ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ രണ്ട് സെപ്പറേറ്റ് സെൽ ഉണ്ടാക്കണം. സൈറ്റോപ്ലാസത്തെ ഡിവൈഡ് ചെയ്യുന്നതിന്റെ പേരെന്താ? സൈറ്റോഗൈനസിസ്. എങ്ങനാ സാറേ പ്ലാന്റ് സെല്ലിലെ സൈറ്റോപ്ലാസത്തെ ഡിവൈഡ് ചെയ്യുക? സെൽ പ്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി. എങ്ങനാ സാറേ ആനിമൽ സെല്ലിൽ സൈറ്റോഗൈനസിസ് നടത്തുക? രണ്ട് സെൽ ഉണ്ടാക്കുക, ഫറോ നടത്തിയാൽ മതി, സെൽ മെമ്പറൈൻ കുഴിച്ചാൽ മതി. അപ്പൊ പ്ലാന്റ് സെല്ലില് സൈറ്റോഗൈനസിസ് നടക്കുക, സെൽ പ്ലേറ്റ് ഉണ്ടായിട്ട. ആനിമൽ സെല്ലില് സൈറ്റോഗൈനസിസ് നടക്കുക, ഫറോ ഉണ്ടായിട്ട, കുഴികൾ ഉണ്ടാക്കിയിട്ട. ഓക്കെ അല്ലേ ഗൈസ്? പിന്നെ അല്ല സാറേ. ഓക്കെ മക്കളെ, എന്നാ അടുത്തയിലേക്ക് പോവാം. വേഗം പാടാം. അടുത്ത എന്താ സാറേ? മിയോസിസ് 1ന്റെയും 2വിന്റെയും ഇടയ്ക്ക് ഉള്ള സ്റ്റേജിന്റെ പേരെന്താന്നാ ചോദിച്ചേക്കണേ. മിയോസിസ് എന്ന് പറഞ്ഞാല് രണ്ടായി തിരിക്കാം. മിയോസിസ് 1, മിയോസിസ് 2. മിയോസിസ് 1നെ വീണ്ടും തിരിക്കാം. പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1 എന്ന് തിരിക്കാം. മിയോസിസ് 2വിനെയോ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2 എന്ന് പറഞ്ഞ് തിരിക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. മിയോസിസ് 1 നടന്നു കഴിഞ്ഞ് ഉടനെ തന്നെ മിയോസിസ് 2 നടക്കില്ല. മിയോസിസ് 1ന്റെയും 2വിന്റെയും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് മക്കളെ. ഈ ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കാന്നറിയാമോ? ഇന്റർകൈനസിസ് എന്നാ വിളിക്കുക. മിയോസിസ് 1ന്റെയും 2വിന്റെയും ഇടയ്ക്കുള്ള ഗ്യാപ്പിന്റെ പേരെന്താ? ഇന്റർകൈനസിസ് എന്നാ വിളിക്കുക. മിയോസിസ് 1 കഴിഞ്ഞ ഉടനെ മിയോസിസ് 2 നടക്കില്ല. മിയോസിസ് 1 കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മിയോസിസ് 2 നടക്കൂ. മിയോസിസ് 1ന്റെയും 2വിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിന്റെ പേരെന്താ? ഇന്റർകൈനസിസ് എന്നാ വിളിക്കുക. ഇന്റർഫേസ് അല്ല, ഇന്റർകൈനസിസ്. ഓക്കെ, ഇന്റർഫേസ് നമ്മൾ ആദ്യം പഠിച്ച പ്രിപ്പറേറ്ററി ഫേസാ. ഇത് ഇന്റർകൈനസിസ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? എന്നാൽ നമുക്ക് ഓർത്തോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഉത്തരം ചെയ്യണം. ഒരു സെല്ലിന്റെ ഉള്ളിൽ 42 ക്രോമസോം നമ്പർ. ഒരു സെല്ലുണ്ട്, അതിന്റെ ഉള്ളിൽ 42 ക്രോമസോം നമ്പർ. ഈ സെല്ല് മൈറ്റോസിസിന് പോയാൽ എത്ര സെല്ല് ഉണ്ടാകും? ഓരോ സെല്ലിലെ ക്രോമസോം നമ്പർ എത്ര? ഈ സെല്ല് മിയോസിസിന് പോയാൽ എത്ര ക്രോമസോം നമ്പർ, എത്ര സെല്ലുകൾ ഉണ്ടാകും? ആ ഓരോ സെല്ലിലെ ക്രോമസോം നമ്പർ എത്ര? അതാണ് നിങ്ങൾ പറയേണ്ടത്. 42 ക്രോമസോം നമ്പർ ഉള്ള സെല്ല് മൈറ്റോസിസിന് പോയാൽ എത്ര സെല്ലായിട്ട് മാറും? 42 ക്രോമസോം നമ്പറുള്ള ഒരു സെല്ല് മിയോസിസിന് പോയാൽ എത്ര സെല്ലായിട്ട് മാറും? ഓരോന്നിലെ ക്രോമസോം നമ്പർ എത്ര? സെല്ലിന്റെ എണ്ണവും പറയണം, ക്രോമസോം നമ്പറും പറയണം. അതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഈ കാര്യം അറിയണം. മൈറ്റോസിസ് നടക്കുമ്പം ഒരു സെല്ല് 2 എണ്ണമായിട്ടാണ് മാറുക. ഈ സെല്ലിൽ ക്രോമസോം നമ്പർ 46 ആണെങ്കിൽ ഇതിലും എത്ര തന്നെ? 46 തന്നെ. പേരന്റ് സെല്ലിൽ 46 ആണെങ്കിൽ ഡോക്ടർ സെല്ലിൽ 46 ആണ്. അതുകൊണ്ടാണ് മൈറ്റോസിസിനെ എന്ത് വിളിക്കണേ? ഇക്വേഷൻ ഡിവിഷൻ. മൈറ്റോസിസ് നടന്നാലും, ഒരു സെല്ലിൽ മൈറ്റോസിസ് നടന്നാലും ഉണ്ടാകുന്ന കുട്ടികളിലും അതേ ക്രോമസോം നമ്പർ തന്നെ മൈറ്റോസിസ് വെക്കും. അതുകൊണ്ട് മൈറ്റോസിസിനെ ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിക്കാം. ഒരു സെല്ല് മിയോസിസിന് പോയാൽ 2 സെല്ലായിട്ടല്ല മാറുക, 4 സെല്ലായിട്ടാണ് മാറുക. 4 സെല്ലായിട്ട് മാറും. ഇവന്റെ ക്രോമസോം നമ്പർ 46 ആണെങ്കിൽ അതിന്റെ പകുതിയെ ഈ 4 മക്കൾക്ക് കാണുകയുള്ളൂ. ഇവന് 46 ആണെങ്കിൽ അതിന്റെ പകുതി എത്ര? ഇവൻ 23, ഇവൻ 23, ഇവൻ 23, ഇവൻ 23. ഓക്കെ അല്ലേ? അപ്പൊ മിയോസിസ് നടന്നാല് പേരന്റ് സെല്ലിനേക്കാൾ പകുതി ക്രോമസോം നമ്പരെ ഡോക്ടർ സെല്ലുകൾക്ക് കിട്ടും. പകുതി ക്രോമസോം നമ്പർ വരുന്നത് കൊണ്ടാണ് മിയോസിസിനെ റിഡക്ഷണൽ ഡിവിഷൻ എന്ന് വിളിക്കണേ. സാറേ മൈറ്റോസിസ് നടന്നാൽ പേരന്റ് സെല്ലിന്റെ അതേ ക്രോമസോം നമ്പരാ, അതേ ഈക്വൽ നമ്പറാണ് ഡോക്ടർ സെല്ലിന്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ മക്കള്, പേരന്റ് എന്ന് പറഞ്ഞാൽ
ഈ ഏത് സെല്ലാണോ ഡിവിഷന് പോകുന്നത്, ഏത് സെല്ലാണോ മൈറ്റോസിസിനും മിയോസിസിനും ഒക്കെ പോകുന്നത്, അതാണ് പേരന്റ് സെൽ. എന്നിട്ട് ഉണ്ടാകുന്ന സെല്ലുകളാണ് ഏത്? ഡോക്ടർ സെൽ. പേരന്റ് സെല്ലിന്റെ ഡോക്ടർ സെല്ലിന്റെ ക്രോമസോം നമ്പർ സെയിം ആണ് മൈറ്റോസിസിലെ. അതുകൊണ്ട് അതിനെ ഇക്വേഷണൽ, ഈക്വൽ ആക്കി വെക്കുന്ന ഡിവിഷൻ ഇക്വേഷൻ ഡിവിഷൻ എന്ന് വിളിച്ചു. എന്നാൽ മിയോസിസ് നടക്കുമ്പോഴോ പേരന്റ് സെല്ലിന് എത്രയാണോ ക്രോമസോം നമ്പർ അതിന്റെ പകുതിയെ 4 മക്കൾക്കും കാണുകയുള്ളൂ. പകുതിയാക്കി വെക്കുന്നത് കൊണ്ടാ മിയോസിസിനെ എന്ത് വിളിച്ചേ? റിഡക്ഷണൽ ഡിവിഷൻ എന്ന് വിളിച്ചേ. മൈറ്റോസിസ് ഇക്വേഷൻ ഡിവിഷനാ, മിയോസിസ് എന്താ? റിഡക്ഷണൽ ഡിവിഷനാ. ഓക്കെ അല്ലേ ഗൈസ്? ഓരോന്നും ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യന് കമന്റ് ചെയ്യണം. 42 ക്രോമസോം നമ്പറുള്ള ഒരു സെല്ല് മൈറ്റോസിസിന് പോയാൽ എത്ര എണ്ണമായിട്ട് മാറും? ആ 2 സെല്ലിലെ ക്രോമസോം നമ്പർ എത്ര? 42 ക്രോമസോം നമ്പറുള്ള സെല്ല് മിയോസിസിന് പോയാൽ എത്ര സെല്ലായിട്ട് മാറും? അതിലെ ഓരോന്നിലെ ക്രോമസോം നമ്പർ എത്ര? അടുത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഈസ് സിൻസീഷ്യം. സിമ്പിളാ സാറേ, ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസുകൾ കാണുക. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസ് കാണുന്ന കണ്ടീഷന്റെ പേരാണ് ഏത്? ആ സാഹചര്യത്തിന്റെ പേരാണ് സിൻസീഷ്യം. എന്തുകൊണ്ടാ ഇത് നടക്കാന്നറിയാമോ? ഇതിന്റെ റീസൺ എന്തുകൊണ്ടാ സാറേ ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസ് കാണുന്നത്? കാരിയോകൈനസിസ് ആദ്യം നടക്കണം. കാരിയോകൈനസിസിന് തൊട്ട് പിന്നാലെ എന്ത് നടക്കണം? സൈറ്റോകൈനസിസ് നടക്കണം. കാരിയോകൈനസിസ് നടന്നു കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ എന്ത് നടക്കണം? സൈറ്റോകൈനസിസ് നടക്കണം. ചില സെല്ലുകളിലെ സിൻസീഷ്യം, ഈ സന്ദർഭം മൾട്ടി ന്യൂക്ലിയസ് കാണുന്ന സെല്ലുകളിലെ കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കാറില്ല. കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കണം, അതാണ് പതിവ്. എങ്കിലേ ഓരോ സെല്ലിലും ഓരോരോ ന്യൂക്ലിയസ് വരുള്ളൂ. ഒരു സെല്ലിൽ കുറെ ന്യൂക്ലിയസ് വന്നോ ആ സാഹചര്യത്തിന്റെ പേരെന്താ? സിൻസീഷ്യം. എന്തുകൊണ്ടാ സാറേ ഒരു സെല്ലിൽ തന്നെ കുറെ ന്യൂക്ലിയസ് വരാൻ കാരണം? കാരണം കാരിയോകൈനസിസിന് ശേഷം പതിവ് പോലെ സൈറ്റോകൈനസിസ് നടക്കാത്തതാണ് കാരണം. സാധാരണയായിട്ട് കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കേണ്ടതാണ് തൊട്ടു പിന്നാലെ തന്നെ സെല്ലിൽ. ചില സെല്ലുകളിൽ കാരിയോകൈനസിസിന് ശേഷം സൈറ്റോകൈനസിസ് നടക്കാറില്ല. അത് കാരണം സെല്ലിൽ കുറെ ന്യൂക്ലിയസ് ഉണ്ടാകും. കുറെ ന്യൂക്ലിയസ് ഒരു സെല്ലിൽ വന്നോ ആ സാഹചര്യത്തെ, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാ സിൻസീഷ്യം. എന്താ വിളിക്കുക? സിൻസീഷ്യം എന്നാ വിളിക്കുക. നമ്മുടെ ലിക്വിഡ് എൻഡോസ്പെമിലൊക്കെ കാണാറുണ്ട്, തേങ്ങാ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ സെൽ സൈക്കിളിലെ സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ വരാൻ ചാൻസ് ഉള്ള ഒട്ടുമിക്ക ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പഠിപ്പിക്കേണ്ട ചുമതല ഞങ്ങളുടെ തീർത്തും, പഠിക്കേണ്ട നിങ്ങളുടെ ചുമതലയാണ്. പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചന്മാരെ മൊഞ്ചത്തികളെ, എൻ്റെ തക്കുട്ടുകളെ പഠിച്ചേക്കണേടാ. ഏത് എക്സാമും ചെറുതല്ല, പഠിച്ചേക്കണം. പഠിച്ചാലേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. പഠിച്ചാലേ അമ്മയെ അച്ഛനെ കൂട്ടുകാരെ ഒക്കെ കമ്പനി കൂടാൻ പറ്റുള്ളൂ. നല്ല പോലെ പഠിച്ചോ.